ഈ വർഷത്തെ പുൽക്കൂട് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ബക്കറ്റാണ്, ഒരു പോയ ബക്കറ്റാണ്. അത് പകുതി ബക്കറ്റായിരുന്നത്. ആ ബക്കറ്റിൻ്റെ ഒരു പകുതി നമ്മൾ കത്തി ചൂടാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിൽ നമ്മൾ കുറച്ച് പുട്ടി കലക്കി തുണി മുക്കി ഇട്ടിരിക്കുന്നതാണത്. ഇതൊരു മരത്തിൻ്റെ ഒരു വേര് പോലെയുള്ള ഒരു ആകൃതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇത് നമ്മൾ മുളയുടെ ചെറിയ ഇത് വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് ട്രീ പോലെ ആക്കാനായിട്ട്, അപ്പോൾ ട്രീയും പുൽക്കൂടും ഒറ്റ ഇതിൽ തന്നെ വരുന്ന രീതിയിൽ ചെയ്യാനാണ് ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ഗാർലൻസ് എല്ലാം ചുറ്റുന്ന പണിയും, പിന്നെ ഈ വേരിന് നമുക്കൊരു ട്രീയുടെ താഴത്തെ ഭാഗം പോലെയുള്ളൊരു പെയിൻ്റ് അടിക്കലുമാണ്. അപ്പോൾ അത് കുട്ടികൾ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ആൻ്റണിയും ആൽവിനും കൂടി ഇരുന്ന് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആഗ്നസാണ്, മോളാണ് ഗാർലൻസ് മൊത്തം ഇത് ചുറ്റിയത്. ഓൾമോസ്റ്റ് ഇതിപ്പോൾ തീരാറായി ഇതിൻ്റെ വർക്ക്. അപ്പോൾ പെയിൻറ്റിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ നല്ല പണിയിലാണ്. പിന്നെ നമ്മൾ ആ ബക്കറ്റ് ചെയ്തപ്പോൾ ബക്കറ്റിൻ്റെ മോൾ ഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ബൾബ് ഒരെണ്ണം ചെറുതിടാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ ട്രീ പോലെയൊക്കെ ചെടികളും പുല്ലുകളൊക്കെ പോലെ നമ്മൾ ഗാർലൻസ് തന്നെയാണ് വെക്കുന്നത്. എളുപ്പപ്പണിയാണ് എല്ലാം. പിന്നെ കുറച്ച് കല്ലും എല്ലാം വെക്കുന്നുണ്ട് ഇടയ്ക്ക്. ചെറിയ ചെറിയ മെറ്റലുകളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നു. വേണ്ടല്ലോ, ഇനി വേണ്ട. അതെ ഈ അടുത്തിരിക്കുന്ന ചെറിയ ട്രീയും പിന്നെ അതിൻ്റെ ഡെക്കറേഷനൊക്കെ മോള് ചെയ്തതാണ്. ആഗ്നസിൻ്റെ ഡെക്കറേഷനാണ് അതെല്ലാം. ലൈറ്റ് ഓഫ് ചെയ്തിട്ടേ വേണ്ട. ഇങ്ങനെ പിടിക്കുന്ന കൊതുക് നന്നായിട്ട് കടിക്കും കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ പുൽക്കൂട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്തത്. അല്പം ലൈറ്റ് ഇതെല്ലാം ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ സ്റ്റാർസ്, ഇതൊരു പുതിയ ഫാബ്രിക് സ്റ്റാർസാണത്. ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.